ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ട്രിവാൻഡ്രം ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോവാണ് കേട്ടോ. ഇതതിൻ്റെ ഫ്രണ്ട് സൈഡാണേ. കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഫ്രണ്ട് സൈഡ് കാണാൻ വേണ്ടി. അപ്പോൾ പാസ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അകത്തേക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ പാസ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ റൈറ്റ് സൈഡിൽ തന്നെയാണ് പാസ്. അതിൻ്റെ സൈഡിൽ എന്തൊക്കെ നമുക്ക് കയറാൻ പറ്റുന്ന സംഭവങ്ങളാണ് അതിൻ്റെ റേറ്റൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വഞ്ചി, ബോട്ട്, ട്രെയിൻ, നമ്മുടെ കുഞ്ഞു മക്കളുമായിട്ടൊക്കെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഇവിടെ. പിന്നെ ഒത്തിരി കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ഒത്തിരി ഉണ്ട്. ട്രെയിനുണ്ട്. പിന്നെ ജസ്റ്റ് ഇവിടെ ഒന്ന് റിലാക്സ് ചെയ്യാം. ഇവിടെയൊക്കെ ഇരിക്കാൻ വേണ്ടി സൂപ്പറാണ്. പിന്നെ അതിൻ്റെ താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ ഒരു പ്ലെയിനിൻ്റെ ഡെമോ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് സ്വിമ്മിംഗ് പൂളുണ്ട്. നമുക്ക് അതിന് പാസ് എടുക്കുകയാണെങ്കിൽ നീന്താനും പറ്റുന്നതാണ്. ഇതെനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിയേ ഈ മരം. അതിൻ്റെ അവിടെ ആയിട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാം. കണ്ടില്ലേ ആ മരത്തിൻ്റെ ഭംഗി. പിന്നെ നമ്മൾ നേരെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പക്ഷേ ആ വെള്ളം അത്ര നല്ലതല്ല എന്ന് തോന്നുന്നു. അറിയത്തില്ല, ചിലപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും, അറിയത്തില്ല. അങ്ങനെ കുഞ്ഞുങ്ങൾ പോവാം. അപ്പോൾ മോൻ പറഞ്ഞ് ഒരു ഫോട്ടോ എടുക്കണം. അങ്ങനെ ഇളയ മോൻ പോയി നിൽക്കുവാണ്. അപ്പോൾ മുത്തയാൾ പോയി എന്നാൽ പൊട്ടിച്ചു വിട്ട്, ഞാൻ എടുത്തിട്ട് മതി, നീ എടുത്താൽ മതിയെന്ന്. ഞാൻ ഇനി എടുത്ത്, നീ പോയി നിന്നോ എന്നാ പറഞ്ഞത്. എൻ്റെ സ്റ്റൈൽ ഉണ്ടല്ലേ. പിന്നെ സ്റ്റെപ്പ് കയറി നമ്മൾ പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജിലോട്ടാണ്. സ്റ്റെപ്പ് കയറി പോവാം. കയറി പോകുമ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ഷീണം തോന്നുവാണെങ്കിൽ ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ അതിച്ചിരി മേളിലോട്ട് കയറി പോകുമ്പോൾ ഫിഷ് പെഡിക്കൂള്, നമ്മുടെ ഡെഡ് സെല്ലെല്ലാം ഫിഷ് കൊത്തിയെടുക്കും, കാല് ക്ലീൻ ആകും. അപ്പോൾ ടയേർഡായെന്ന് പറഞ്ഞിട്ട് 2 ഐസ്ക്രീം മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിച്ചിട്ട് ഗ്ലാസ് ബ്രിഡ്ജിനടുത്ത് പോയപ്പോൾ അവർ പറഞ്ഞ് കഴിച്ച് അതിന് ശേഷം മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് റിട്ടേൺ നമ്മൾ നേരെ വീണ്ടും തിരിച്ചിങ്ങോട്ട് നടന്ന്, മോൻ പറഞ്ഞ് എനിക്കൊന്ന് തോക്കെടുത്തൊന്ന് വെടി വെക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ പാസ്സൊക്കെ എടുത്ത് നിൽക്കുക. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അത്, എയർ ഗൺ. ചെറിയ ഗണ്ണം നല്ല വെയിറ്റാണ്. പക്ഷെ വെടിവെച്ചിട്ടൊന്നും കൊണ്ടില്ല. മോന് ഭയങ്കര പേടിയാണ്. പക്ഷേ തോക്കിൻ്റെ ആളാണ് പാപ്പു. അവന് കണക്കായിട്ടുള്ളൊരു കുഞ്ഞു തോക്ക് കൊടുത്ത്. അപ്പോൾ വെടി വയ്ക്കാൻ വേണ്ടിയിട്ട് അവന് പേടിയാണ്. അവൻ തിരിച്ച് ഇങ്ങോട്ട് വച്ചിട്ട് വെടി വയ്ക്കാൻ നോക്കുക. കണ്ടില്ലേ. അപ്പോൾ ആ ചേട്ടൻ പിടിച്ച് വാങ്ങി. ഇനി എങ്ങാനും എൻ്റെ മേത്തോ ലല്ലുവിൻ്റെ മേത്തോ വെടി വെച്ചാലോ, പിടിച്ച് വാങ്ങി. അവന് പേടിയാഞ്ഞിട്ട് മോനയച്ച്. പിന്നെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറി പോകുന്നിടത്ത് 2 ചെക്കന്മാരിന്നിങ്ങനെ, ഇത് തുണിയാണ് കേട്ടോ, തുണിയാണ്. അപ്പോൾ അവരിങ്ങനെ കറക്കി കളിച്ചിട്ട് ഒരു പയ്യൻ കറക്കി അപ്പുറത്തിട്ട് കൊടുക്കും, മറ്റേ പയ്യൻ ഇതേപോലെ കറക്കും. കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. സൂപ്പറായിട്ടുണ്ട്. അത് ടവലാണ് കേട്ടോ. ഫൈനലി നമ്മൾ എത്തിച്ചേർന്നു. ഇത്രയും ദൂരം നടക്കാൻ അത്ര പേടി തോന്നത്തില്ലേ. നൈറ്റ് ആയതുകൊണ്ടായിരിക്കും ഇച്ചിരി പേടി കുറവായിരുന്നു, എന്നാലും പേടിയുണ്ട്. നൈറ്റ് ആയതുകൊണ്ട് ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റിൻ്റെ ഇതുകൊണ്ട് നമുക്ക് അത്ര പേടി ഫീൽ ചെയ്യത്തില്ല. പിന്നെ അവിടെ നിന്ന് നോക്കുന്ന വ്യൂ ആണ്. നമ്മുടെ കാർ ഇതുകൊണ്ട് അവിടെ കിടപ്പുണ്ട്. അതാ കിടക്കുന്നത് നമ്മുടെ കാർ. അവിടെ ഇട്ടിട്ടാണ് ഇങ്ങ് വന്നത്.
താഴോട്ടുള്ള വ്യൂ ആണ്, പക്ഷെ നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല. സൂപ്പറാ, ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഗ്ലാസ് ബ്രിഡ്ജ് ഡെക്കറേഷനും വളരെ സൂപ്പർ. അവിടെ നിന്ന് താഴോട്ട് നോക്കിയപ്പോഴുള്ള വ്യൂ ആണ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ സ്വിമ്മിംഗ് പൂള്, അതാ. അത് ആറാണെന്ന് തോന്നുന്നു, കുളമാണെന്ന് തോന്നുന്നു. അപ്പോൾ വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോഴത്തേക്കും മോനൊരു കുഞ്ഞ് ഡാൻസ് കളിച്ച്. പിന്നെ റിട്ടേൺ നമ്മൾ വരുവാണ് കേട്ടോ. ഇത് സൂപ്പറാണ്, ഇവിടെ കൂടി ഇങ്ങനെ ഇറങ്ങി വരാൻ വേണ്ടി. കയറി പോകാനും സൂപ്പറാണ്, ഇറങ്ങി വരാനും സൂപ്പറാണ്. ഫുള്ളും പച്ചപ്പ, പടിയിറങ്ങി വരുക. ഒത്തിരി പടികളുണ്ട്, പക്ഷെ നമുക്ക് കയറുന്നത് ഒരു ടയേർഡ്നെസ്സോ അത് ഒന്നും തോന്നത്തില്ല. ജസ്റ്റ് ഒന്ന് കയറി റിലാക്സ് ചെയ്ത് പോകുന്നത് പോലെയേ തോന്നുള്ളൂ. മുളയാണെന്ന് തോന്നുന്നു സൈഡിൽ നിൽക്കുന്നത്. താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഫോട്ടോ എടുത്തത്. മേലോട്ട് കയറിയപ്പോൾ ഇങ്ങോട്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ നന്നായിട്ട് രാത്രിയായി കേട്ടോ. 7:30 എന്തോ കഴിഞ്ഞെന്ന് തോന്നുന്നു താഴോട്ട് വന്നപ്പോൾ. പിന്നെ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിലൊക്കെ കയറിയതേ. അങ്ങോട്ട് പോയപ്പോൾ ഒന്നിലും കയറിയില്ല, തിരിച്ച് വന്നപ്പോഴാണ് കയറിയത്. നൈറ്റ് സൂപ്പറാണ് കേട്ടോ. മോന് ഭയങ്കര പേടിയാണ് കയറി ചെറുകി വരുന്നതിനെ. അപ്പോൾ ഫസ്റ്റ് മേളിൽ കൂടെ കയറിയിട്ട് നന്നായിട്ട് പറഞ്ഞു, മോനെ ഇരിക്ക്, ചേട്ടൻ കൂടെ പിടിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷെ അവന് പേടിയായതുകൊണ്ട് ഇരുന്നില്ല. പിന്നെ തിരിച്ചിറങ്ങി വരുവാണ് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോഴത്തേക്കും അവൻ ജസ്റ്റ് ഒന്ന് അവൻ്റെ പേടി മാറ്റാൻ വേണ്ടി അവൻ തന്നെ കയറി പ്രാക്ടീസ് ചെയ്യുകയാണ് കേട്ടോ. അവിടെ നിന്ന് ചെറിയ വരാൻ പേടിയാണ്. ഇവിടെ നിന്ന് കയറിപ്പോയി ചെറിയ ഇറങ്ങുന്നു. നന്നായിട്ട് വിളിച്ചു, വാമോനെ മതി, ഇനി നമുക്ക് പോകാം, അടുത്തത് കയറാമെന്ന് പറഞ്ഞിട്ടും അവനത് ഇഷ്ടപ്പെട്ടു. പിന്നെ ട്രെയിൻ നൈറ്റ് സൂപ്പറാണ്. ഈ ട്രെയിൻ പോകുന്നതൊക്കെ കാണാനേ സൂപ്പറായിട്ടുണ്ട്. നേരത്തെ ബ്രിഡ്ജാണ് മേളിൽ കാണുന്നത്. മോൻ ടയേർഡായി അവിടെ പോയിരിക്കുക. വീണ്ടും തിരിച്ച് ഇളയ കുഞ്ഞ് ഓടിക്കളഞ്ഞ്. അപ്പോഴത്തേക്കും പറഞ്ഞു, ഇനി നമുക്ക് ട്രെയിനിൽ കയറാമെന്ന് പറഞ്ഞ് അതും ടിക്കറ്റ് എടുക്കണം കേട്ടോ. പോയി ടിക്കറ്റ് എടുത്ത് അതിനുശേഷം കയറി. 3 പേരും കയറി. ട്രെയിനിൽ ഇരുന്നുള്ള വ്യൂസാണ് ഇത്. സൂപ്പറാണ്. നമുക്ക് ഐസ്ക്രീം, ഷാക്സ്, ഡ്രിങ്ക്സ് എല്ലാം ആ കടയിൽ കിട്ടും. പിന്നെ സൂപ്പറാണ്, കുഞ്ഞുങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഒരു രക്ഷയില്ല, സൂപ്പറാണ് കേട്ടോ. കുഞ്ഞു തേനീച്ചയുടെ കൂട് പോലെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട്. അതിൽ വെറുതെ ജസ്റ്റ് ഷോക്ക് വെച്ചിരിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പോയി ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്തൊന്നുമില്ല. ഇതൊക്കെ സൂപ്പറാണ് കേട്ടോ.
കാടിനകത്തൂടെ പോകുന്നൊരു ഫീലുണ്ട്. ഇടയ്ക്ക് കുറച്ച് സ്ഥലം ട്രെയിൻ പോകുന്നതേ. അപ്പോൾ ചെടി തട്ടുന്നതിന് വേണ്ടിയിട്ട് അവൻ തല ബാക്കിലോട്ട് വച്ചിരിക്കുക. അങ്ങനെ എല്ലാ സ്ഥലവും പോയി കണ്ട് തിരിച്ച് പോവുക. അങ്ങോട്ട് പോയപ്പോൾ ഒത്തിരി ആൾക്കാരായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ ആരുമില്ല. പുറത്തുള്ള വ്യൂ ആണ്. ലാസ്റ്റ് അവന് വരാൻ മടി വീട്ടിലോട്ട്.